വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ചേരുന്നു. അനു, ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ളൊരു ദിവസം നാളെയാണ്. ശിക്ഷാവിധി എന്തായിരിക്കുമെന്ന് നാളെയാണ് അറിയാനാവുക. എന്തായാലും കുറ്റക്കാരിയാണ് എന്ന കാര്യം കോടതിക്കകത്ത് സ്ഥാപിച്ചെടുക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രീഷ്മ ഒരു മാസ്ക് അണിഞ്ഞാണ് ഈ കോടതിയിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു പുലർച്ചെ തന്നെ ഗ്രീഷ്മയെ നേരത്തെ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു. മുഖത്ത് മാസ്കുമായി വെച്ചാണ് അവർ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ജയിലിനകത്താണ്. കോടതിക്കകത്ത് എന്താണ് ഉണ്ടായത് അനു? പ്രത്യേകിച്ച് ഈ കേസ് ഉണ്ടായ കാലം തൊട്ട്, ഈ മരണവാർത്ത, കൊലപാതക വാർത്ത പുറത്തു വന്നത് തൊട്ട് ഇക്കാര്യത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളാണല്ലോ. ഇന്നിപ്പോൾ കോടതിക്കകത്ത് എന്താണ് ഉണ്ടായത്? നാളെ എന്ത് വിധിയാണ് പ്രോസിക്യൂഷൻ മറ്റും പ്രതീക്ഷിക്കുന്നത്? സനീഷ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ കൊലക്കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള ഷാരോണിൻ്റെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ വിധിച്ചിരിക്കുന്നത്. ഇത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാഹചര്യ തെളിവുകൾ, അതുകൂടാതെ ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികളെല്ലാം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു നിഗമനത്തിലേക്കും ഒരു വിധിയിലേക്കും എത്തിയിട്ടുള്ളത്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട കോടതി വാദം കേൾക്കും. കാരണം ഈ കുറ്റക്കാരിയാണ് പറഞ്ഞാൽ കൂടിയും ഈ പ്രതിഭാഗത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടെ ബോധിപ്പിക്കാനുണ്ടോ എന്ന് നാളെ കോടതി ചോദിക്കും. അത്തരം കാര്യങ്ങൾ കോടതി നാളെ പരിഗണിക്കും. മാത്രമല്ല, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമോ എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ പറയുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കണം എന്നുള്ളൊരു വാദത്തിലേക്ക് പ്രോസിക്യൂഷൻ കടക്കാനിടയില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റാൻഡ് ഈ കേസ് നിൽക്കില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ നാളെ ഉണ്ടാകും. ഒരു ഇരട്ട ജീവപര്യന്തമോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് ഈ കേസിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം കോടതിയുടെ പരിഗണനകളുടെ വിഷയമാണ്. ഏതായാലും 2022 ഒക്ടോബർ 25 പാറശാല സ്വദേശിയായ ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ഈ മരണ കാരണം എന്താണ് എന്നുള്ള വീട്ടുകാരുടെ സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഷാരോണിന്റെ സുഹൃത്തായിട്ടുള്ള ഗ്രീഷ്മയാണ് 2 തവണ ഷാരോണിന് വിഷം നൽകി കൊലപ്പെടുത്തിയത് എന്നുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആദ്യഘട്ടത്തിൽ ഗ്രീഷ്മയെ സംശയമുണ്ടെന്ന് വീട്ടുകാർ പറയുമ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ളവർ അതിനെ വലിയ കാര്യമായി ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. കാരണം അവിടെ പോലീസിനെ കുറ്റം പറയാൻ ഒരു പരിധിവരെ കഴിയില്ല. കാരണം ഷാരോൺ പറയുന്നുണ്ട്, എനിക്ക് ഗ്രീഷ്മ അങ്ങനെ തന്നിട്ടില്ല, ഞാനൊന്നും കുടിച്ചിട്ടില്ല എന്ന് ഷാരോൺ തന്നെ പോലീസിന് മൊഴി കൊടുത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ആ ഘട്ടത്തിലേക്ക് നീങ്ങാത്തത്. ഇത് ഈ പാരൻസിൻ്റെ അങ്ങനെയുള്ള ചില ആരോപണമായി മാത്രം കണ്ടത്. പക്ഷേ പിന്നീട് ഈ ഷാരോണിൻ്റെ സുഹൃത്തായിരുന്ന റജിൻ്റെ മൊഴിയാണ് പോലീസിനെ ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറ്റിയത്. റജിൻ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. ഗ്രീഷ്മയ്ക്ക് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് റജിന്റെ ആഗ്രഹം. കാരണം ഷാരോൺ ഗ്രീഷ്മയെ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് റജിൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ പ്രമാദമായ ഒരു കേസ്, അതിന് കൃത്യമായ ഒരു അന്വേഷണം, ഒരു പ്രോസിക്യൂഷൻ നടപടികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ഇന്ന് 7:30 ഗ്രീഷ്മ അമ്മയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ കോടതിയിൽ എത്തുമ്പോഴേക്കും അവർ കോടതി ഹാളിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കോടതിയുടെ വിധി വരുമ്പോഴും അങ്ങനെ ഒരു കുറ്റബോധമോ ഒന്നും കാണാത്ത രീതിയിലായിരുന്നു ഗ്രീഷ്മയുടെ ഒരു പെരുമാറ്റം. അതിനുശേഷം വിധി പ്രസ്താവം വന്നു. അതിനുശേഷം പ്രോസിക്യൂഷനിലെ ആളുകൾ, അതുകൂടാതെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ നമ്മൾ തേടി. അതിനിടെയാണ് ഗ്രീഷ്മ പോലീസ് അകമ്പടിയോടുകൂടി വാഹനത്തിലേക്ക് എത്തുന്നത്. അവിടെയും എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാതെ നിശബ്ദയായി തലകുനിച്ച് പോലീസ് വാഹനത്തിലേക്ക്, പാറശാല പോലീസിന്റെ ജീപ്പിലേക്ക് കയറുന്ന ഗ്രീഷ്മയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഗ്രീഷ്മയെ അവിടെ നിന്ന് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവിടെ വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. നാളെയും ഗ്രീഷ്മയെ ഇവിടെ നിന്നും അട്ടക്കുളം വനിതാ ജയിലിൽ നിന്നും നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരും. ഇനി എന്ത് വിധിയാണ്, എന്ത് ശിക്ഷയാണ് പ്രതികൾക്ക് നൽകുന്നത്? ഇവിടെ 3ാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ നായർ ഗ്രീഷ്മയുടെ അമ്മാവനാണ്. തെളിവ് നശിപ്പിച്ചത് എന്ന് മാത്രമാണ് അയാൾക്കെതിരെ ചുമത്തിക്കുള്ള കുറ്റം. അതിൽ അയാൾ കുറ്റക്കാരനാണ് കണ്ടെത്തി. കാരണം ഇയാളാണ് ഈ കീടനാശിനിയുടെ ബോട്ടിൽ ഒരു ചിറയിൽ ഉപേക്ഷിച്ച് കളയുന്നത്. പരമാവധി 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് നിർമ്മലകുമാരൻ നായർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ മേൽക്കോടതികളിൽ അതിന് ഇളവുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഈ ക്രൈം നടത്തിയതോ അല്ലെങ്കിൽ നടന്നതോ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മലകുമാരൻ നായർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. സിന്ധുവിനും, അതായത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും ഇക്കാര്യം അറിയില്ലായിരുന്നു എന്ന് വാദിച്ചിരുന്നു. അതിനൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് 2
രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്.